എൻ്റെ ഒരു ബന്ധുവിന് 2 കണ്ണിലും അല്പം കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള സർജറി കഴിഞ്ഞ് ഫുൾ റെസ്റ്റിലാണ്. കിടന്നുകൊണ്ടാണ് ഭക്ഷണം കഴിക്കുന്നതും മരുന്ന് കഴിക്കുന്നതുമെല്ലാം. വേറെ ശാരീരിക പ്രയാസങ്ങളൊന്നുമില്ല. നോമ്പെടുക്കാനും ബുദ്ധിമുട്ടില്ല. എന്നാൽ വുളു ചെയ്യാൻ എഴുന്നേൽക്കാനോ കഴിയാത്ത അവസ്ഥയിലാണ്. കിടന്നോ ചെരിഞ്ഞോ പോലും കിടന്നുകൊണ്ട് ചെരിഞ്ഞു പോലും കിടക്കാൻ കഴിയാത്ത അവസ്ഥയിൽ നേരെ മലർന്നുകൊണ്ട് കിടക്കുന്ന ഒരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. എഴുന്നേൽക്കാൻ കഴിയാത്തത് കൊണ്ട് ഒരു പ്ലേറ്റ് മണ്ണെടുത്ത് തൈമം ചെയ്ത് നിസ്കരിക്കാമെന്നാണ് കരുതുന്നത്. അത് തെറ്റാണോ? അങ്ങനെ ചെയ്യാൻ പറ്റുമോ? അതോടൊപ്പം ഒരു ദിവസം 8-10 തവണ കണ്ണിൽ മരുന്നിറ്റിക്കുന്നതായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു അംശം വായിലേക്ക് നന്നായിട്ട് പോരുന്നുണ്ട്. അത് വീങ്ങിപ്പോയാൽ നോമ്പ് മുറിയുമോ? അതല്ലെങ്കിൽ പിന്നീട് പിടിച്ചു വീട്ടേണ്ട അവസ്ഥ ഉണ്ടാകുമോ എന്നാണ് ആ ശ്രോതാവിൻ്റെ സംശയം. സ്വലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹി വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅഹും ബിഇഹ്സാനിൻ ഇലാ യൗമിദ്ദീൻ അമ്മാ ബഅദ്. اللهم علمنا ما ينفعنا وانفعنا بما علمتنا رب زدنا علما. ഇവിടെ 2 കാര്യങ്ങളാണ് സഹോദരൻ ചോദിച്ചിട്ടുള്ളത്. ഒന്ന്, അദ്ദേഹത്തിന്റെ സുഹൃത്ത് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ ബന്ധുവിന്റെ നമസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. രണ്ടാമത്തത് നോമ്പുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അള്ളാഹു സുബ്ഹാനഹു വ തആല അദ്ദേഹത്തിന് വേഗത്തിൽ ശിഫ നൽകട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം. അല്ലാഹുമ്മ ആമീൻ. ഇപ്പോ സുഖമില്ലാത്ത, വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരാൾ, അത്തരം ആളുകൾക്ക് നമുക്ക് ഇസ്ലാം നൽകുന്ന ഒരു ഇളവാണ് അവർക്ക് തയമ്മും ചെയ്താൽ മതി നമസ്കാരത്തിന് എന്നത്. പക്ഷെ തയമ്മും ചെയ്യുന്ന സമയത്ത് മുഖത്തും മറ്റുമൊക്കെ മണ്ണാക്കുന്നത് ഒരു വേള വെള്ളമാക്കുന്നതിനേക്കാൾ കൂടുതൽ പ്രയാസം ഈ കണ്ണ് ഓപ്പറേഷനൊക്കെ ചെയ്ത ആളുകൾക്ക് ഉണ്ടാകും. അതുകൊണ്ട് അത്തരം ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് വെള്ളവും മണ്ണും ഒന്നും ഉപയോഗിക്കാൻ പറ്റാത്ത ഒരു ഘട്ടത്തിൽ അവരുടെ ശരീരത്തിൽ അല്ലെങ്കിൽ തയമ്മും ചെയ്യുന്ന ഭാഗത്ത് ശുദ്ധമായ പ്രതലത്തിൽ അല്ലെങ്കിൽ മണ്ണ് ഉള്ള ഏതെങ്കിലും ഒരു പ്രതലത്തിൽ അടിച്ചുകൊണ്ട് മുഖവും 2 കൈകളും തടവിയാൽ മാത്രം മതി അവർക്ക്. അതല്ലാതെ മണ്ണ് ഒരു പ്ലേറ്റിലെടുത്ത് എന്നിട്ട് അതിലടിച്ച് ഒക്കെ ആകുമ്പോൾ കുറെ മണ്ണ് കയ്യിലും മുഖത്തുമൊക്കെ ആകാനുള്ള സാധ്യത ഉണ്ട്. അതുകൊണ്ട് അത്തരം പ്രവർത്തനങ്ങളെക്കാൾ നല്ലത് ഇവരെ സംബന്ധിച്ചിടത്തോളം തീരെ വെള്ളം ഉപയോഗിക്കാൻ പറ്റാത്ത ഒരവസ്ഥയില്ല. ഇവർക്ക് ഏറ്റവും നല്ലത് വുളുവിന്റെ മുഖം കഴുകുക എന്നുള്ളതല്ലാത്ത ബാക്കി എല്ലാ അവയവങ്ങളും അവർക്ക് കഴുകാൻ കഴിയും. ഒപ്പിളിക്കുക, വായിൽ വെള്ളമാക്കുന്നതിന് അവർക്ക് പ്രയാസമില്ല. ഭക്ഷണം കഴിച്ചും മറ്റുമൊക്കെ അവർ വായ കഴുകുന്നുണ്ടല്ലോ, വൃത്തിയാക്കുന്നുണ്ടല്ലോ. അതുകൊണ്ട് കൊപ്പിളിക്കുന്നതിനോ മൂക്കിൽ വെള്ളമാക്കുന്നതിനോ തുടങ്ങിയ കാര്യങ്ങൾക്കൊന്നും പ്രശ്നമില്ല. മുഖത്ത് തന്നെ കണ്ണിൽ വെള്ളം തട്ടിക്കുന്നതിന് മാത്രമേ അവർക്ക് പ്രയാസമുള്ളൂ എന്നതുകൊണ്ട് ബാക്കിയുള്ള ഭാഗങ്ങളെല്ലാം സാധാരണ വുളു എടുക്കുന്നത് പോലെ മറ്റൊരാളുടെ സഹായത്തോടു കൂടി കഴുകുകയും, എന്നാൽ കണ്ണിന്റെ ഭാഗത്ത് ആ കൈകൊണ്ട് ഒന്ന് തടവിയാൽ മാത്രം മതി. അല്ലെങ്കിൽ ചൂടുവെള്ളത്തിൽ കോട്ടൺ ഇട്ട് അതുകൊണ്ട് അത് പിഴിഞ്ഞതിന് ശേഷം ഈ കണ്ണ് പൂട്ടിയതിന് ശേഷം അതിന്റെ മുകളിലൂടെ തടവുന്നത് ഡോക്ടർമാരൊക്കെ കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ്. പ്രത്യേകിച്ച് ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ചൂടുവെള്ളത്തിൽ സ്റ്റെറിലൈസ് ചെയ്ത കോട്ടൺ മുക്കി അത് പിഴിഞ്ഞതിന് ശേഷം തടവിയിട്ടുണ്ടെങ്കിൽ അവർക്ക് ശരിക്കും പൊതു തന്നെയായി മാറി. അതുകൊണ്ട് അവർക്ക് ഏറ്റവും നല്ലത് അതാണ്. മണ്ണ് ഉപയോഗിച്ചുകൊണ്ട് തയമ്മം ചെയ്യുന്നതല്ല നല്ലത്. അവർക്ക് ബാക്കിയുള്ള അവയവങ്ങളെല്ലാം വുളു ചെയ്യുന്നത് പോലെ തന്നെ കഴുകാൻ അവർക്ക് പ്രയാസമില്ല, തടവാൻ പ്രയാസമില്ല. ഈ കണ്ണിന്റെ ഭാഗം മാത്രമേ അവർക്ക് പ്രയാസമുള്ളൂ എന്നതുകൊണ്ട് മുഖവും കണ്ണുമൊക്കെ ആ രൂപത്തിൽ തടവിയാൽ മതി. വെള്ളം കൊണ്ട് ശരിക്ക് തടവുകയും കണ്ണിന്റെ മുകൾ ഭാഗത്തു കൂടി, കണ്ണ് പൂട്ടിയതിന് ശേഷം അതിന്റെ മുകൾ ഭാഗത്തു കൂടി കോട്ടൺ ചൂടുവെള്ളത്തിൽ മുക്കി മുകളിലൂടെ തടവിയാൽ മാത്രം മതി എന്നതാണ് ഒന്ന് മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തത് നോമ്പുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചോദ്യമാണ്. അതിൽ അവരെ സംബന്ധിച്ചിടത്തോളം
നോമ്പ് നോൽക്കുന്നതിന് പ്രയാസമൊന്നും ഇല്ലാത്തത് കൊണ്ട് അവർക്ക് നോമ്പ് എടുക്കാവുന്നതാണ്. ഇനി പ്രയാസമുണ്ടെങ്കിൽ അവർക്ക് ഈ സമയത്ത് നോമ്പ് ഒഴിവാക്കി മറ്റൊരു സമയത്ത് നോമ്പ് നോറ്റ് വീട്ടുകയും ചെയ്യാവുന്നതാണ് എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. വല്ലാഹു അലം. ഓക്കെ, ജസാക്കുമുല്ലാഹു ഖൈറ. അവിടെ അവർ ഉന്നയിച്ചൊരു സംശയം, മരുന്ന് കണ്ണിലിറ്റിക്കുന്ന മരുന്ന് വായലാകുന്നുണ്ട്, അതുകൊണ്ട് നോമ്പ് മുറിയുമോ എന്നുള്ള ചോദ്യം കൂടിയുണ്ട്. രണ്ടാമത്തെ ചോദ്യം അതായിരുന്നു. അതെ. അഥവാ അവർ കണ്ണിൽ മരുന്ന് 5-6 തവണയൊക്കെ ഉറ്റിക്കേണ്ടി വരും, അഥവാ 2 മണിക്കൂറും 3 മണിക്കൂറൊക്കെ ഇടവിട്ടുകൊണ്ട് മരുന്ന് ഉറ്റിക്കേണ്ടി വരും ഓപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോ അതിന്റെ ഒരു രുചി തൊണ്ടയിൽ വരുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ കണ്ണിൽ നിന്ന് തൊണ്ടയിലേക്ക് ഒരു പാസേജ് ഇല്ല എന്നതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. എന്നാൽ കണ്ണിൽ മരുന്നുറ്റിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ ഒരു രുചി പോലെ, ഒരു അല്പം കയ്പോ ചവർപ്പോ ഒക്കെ പോലെ തൊണ്ടയിൽ അനുഭവപ്പെടും. അത് ആ മരുന്നിന്റെ വാസനയുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രത്യേകതയാണ് എന്നും ആ മരുന്ന് തൊണ്ടയിലേക്ക് എത്തുന്നതല്ല എന്നുമാണ് പണ്ഡിതന്മാർ അല്ലെങ്കിൽ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള ഡോക്ടേഴ്സ് ഒക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. അതുകൊണ്ട് കണ്ണിൽ മരുന്നിട്ടിച്ചാൽ അത് തൊണ്ടയിലേക്ക് എത്തില്ല എന്നതാണ്. ഇനി എത്തുമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ തന്നെ അതൊരു ഭക്ഷണത്തിന്റെ സ്ഥാനത്ത് നിൽക്കുന്നതല്ലാത്തത് കൊണ്ടും വായുവിലൂടെയും അതേപോലെ തന്നെ മൂക്കിലൂടെയും ഒന്നും നേർക്ക് നേരെ ആമാശയത്തിലേക്ക് എത്താനുള്ള വഴികളിലൂടെയല്ല എന്നതുകൊണ്ട് തന്നെ അവർക്ക് നോമ്പ് മുറിയുകയില്ല എന്ന അഭിപ്രായമാണ് നല്ല ഒരു ശതമാനം പണ്ഡിതന്മാർ പറഞ്ഞതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നത്. ഹനഫി മദ്ഹബിലും പ്രത്യേകിച്ച് ഇമാം ഇബ്നു തൈമിയ്യ റഹ്മത്തുള്ളാഹി അലൈഹി ഒക്കെ ഈ വിഷയത്തിൽ എടുത്ത നിലപാട് കണ്ണിൽ മരുന്നുറ്റിക്കൽ അനുവദനീയമാണ് എന്നത് തന്നെയാണ്. അത് തന്നെയാണ് ആധുനികരായ ഭൂരിപക്ഷം പണ്ഡിതന്മാരും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് പകൽ സമയത്ത് മരുന്നുറ്റിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉറ്റിച്ചുകൊണ്ട് അത് മാത്രമാണ് നോമ്പിനൊരു തടസ്സമെങ്കിൽ അത് തടസ്സമായി കാണേണ്ടതില്ല എന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി മരുന്നുറ്റിക്കുന്നത് മഗ്‌രിബിന് ശേഷവും സുബ്ഹിയുടെ ഇടയിലുമുള്ള സമയത്തേക്ക് മാറ്റിവെക്കാൻ പറ്റുന്ന രൂപത്തിലാണെങ്കിൽ അങ്ങനെ മാറ്റിവെക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്നും ഒരു സൂക്ഷ്മതയ്ക്ക് വേണ്ടി പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ പകൽ സമയത്തും കൃത്യമായി ടൈം നിശ്ചയിച്ചുകൊണ്ട് മരുന്നുറ്റിക്കേണ്ടതാണെങ്കിൽ അത് മാത്രമേ നോമ്പ് നോൽക്കുന്നതിന് തടസ്സമുള്ളൂ എങ്കിൽ ആ തടസ്സം പരിഗണിക്കേണ്ടതില്ല, നോമ്പ് എടുക്കാവുന്നതാണ് അവർക്ക്. അതിനിടയിൽ തന്നെ നോമ്പുകാരനായിക്കൊണ്ട് തന്നെ അവർക്ക് കണ്ണിൽ മരുന്നിറ്റിക്കാവുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ആധുനിക പണ്ഡിതന്മാർ പലരും ഈ വിഷയത്തിൽ പറഞ്ഞിട്ടുള്ള അഭിപ്രായം ഇത് തന്നെയാണ്. അല്ലാഹു അലം.